Welcome to the Sapphire Future Academy Board Booster series classes. Today we will discuss the topic relations and functions. Relations and functions we already learned in 11th class. നമ്മൾ 11th ക്ലാസ്സിലെ Cartesian product of two sets. After sets നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത് സെറ്റ്സ് ആണ്. സെറ്റ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകുന്നത് relations and functions. This is the second chapter of 11th classes, relations and functions. Then when we introduce relations നമ്മൾ introduce ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് cross product of two sets ആണ്. A cross B. What is A cross B? If A and B are two non-empty sets, A cross B is the collection of all ordered pairs A comma B such that A and B, A element of capital A and B element of capital B. ഇങ്ങനെ എയും ബിയും ഓർഡേഡ് പെയേഴ്സ് ആയിട്ട് വരാവുന്ന രീതിയിലുള്ള എല്ലാ ഓർഡേഡ് പെയേഴ്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ എ ക്രോസ് ബി എന്ന് പറയുന്നത്. ആ 11th നമ്മൾ പഠിച്ച ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ 12th ഫസ്റ്റ് ചാപ്റ്ററായിട്ട് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിലേഷൻസ് നമുക്ക് ഓൾറെഡി നമ്മൾ 11th പഠിച്ചതാണ്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് റിലേഷൻ ഡെഫിനിഷനിലേക്ക് വരികയാണ്. അപ്പോൾ റിലേഷൻ പറയുമ്പോൾ നമുക്കറിയാം എപ്പോഴും വി ഹാവ് ടു ക്വാണ്ടിറ്റീസ്, രണ്ട് നമ്പേഴ്സ് ഉണ്ടായാലാണ് റിലേഷൻ എന്നുള്ള കാര്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇഫ് യു കമ്പയർ ടു നമ്പേഴ്സ് or alphabetically we are writing A or B. A or B means A related to B in some manner. A യും B തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന അർത്ഥത്തിലാണ് A or B. അപ്പോൾ A or B implies ordered pair A comma B element of R എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ R റിലേഷൻ ആണെങ്കിൽ A related to B implies ordered pair A comma B ആറിലെ എലമെൻ്റ് ആണെന്ന് പറയാം. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്താ നമ്മളൊന്ന് റീക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് വാട്ട് യു മീൻ ബൈ എംപ്റ്റി റിലേഷൻ എന്താണ്, അതുപോലെ വാട്ട് ഈസ് യൂണിവേഴ്സൽ റിലേഷനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതിനുശേഷം 3 തരം റിലേഷൻ നമ്മൾ പറയുന്നുണ്ട്: റിഫ്ലെക്സീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ ആൻഡ് ട്രാൻസിറ്റീവ് റിലേഷൻ. ഇത് 3 സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷൻ വിളിക്കുന്ന പേരാണ് ഈക്വിവാലൻസ് റിലേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ബോർഡ് എക്സാംസിന് വന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള ചില പ്രോബ്ലംസുമാണ് നമ്മൾ ഇതിൽ ചെയ്യാനായിട്ട് പോകുന്നത്. Now we are coming to the definition of relation. We already discussed about what is A cross B. A cross B is the collection of all ordered pairs A comma B such that A element of capital A and B element of capital B. Therefore, A cross B contains the collection of all ordered pairs. So there are two quantities A and B. We are according to this definition we are coming to this notation. A or B implies ordered pair A comma B element of R. So what we are interpreting, എയും ബിയും എ ക്രോസ് ബിയിലെ മെമ്പേഴ്സ് ആണെങ്കിൽ ആ ഓർഡേഡ് പെയർ എ കോമ ബി എ ക്രോസ് ബിയിൽ ഉണ്ടാവും. അത് തന്നെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം എ റിലേറ്റഡ് ടു ബി ഇൻ സം മാനർ ഇംപ്ലൈസ് ഓർഡേഡ് പെയർ എ കോമ ബി ആറിൽ ഉണ്ടാവണം. വി ആർ കമ്മിങ് ടു ദ ഡെഫിനിഷൻ ഓഫ് ആർ. വാട്ട് ഈസ് എ റിലേഷൻ ആർ? ഇഫ് എ ആൻഡ് ബി ആർ ടു non-empty sets, a relation R from A to B is a subset of A cross B. R is a subset of A cross B. This is the definition. At A and B two non-empty sets, then a relation R from A to B is a subset of A cross B. That is, R is a subset of A cross B. Therefore, we can say that R contains collection of all ordered pairs like this: 1, 2, 2, 3, 3, 4, 4, 5, etc. Like that. Suppose A is a set 1, 2, 3. B is a set 2, 3, 4, 5. Like that. We can define this is a relation from A to B. This example R equal to ordered pair 1, 2, then 2, 3, then 3, 4, 4, 5. This is a subset of A cross B. So this is a relation from A to B.
For defining a relation, we need two quantities. Generally, we are denoting as a, small letter a and b. A and b is related in some manner, means the ordered pair contains a comma b. Therefore, any relation R is a subset of a cross b. ഏത് റിലേഷനും ഏത് ബിയിലേക്കുള്ള ഏത് റിലേഷനും എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ദ റിലേഷൻ ഫ്രം എ ടു ബി. എ തന്നിട്ടുണ്ട്, സെറ്റ് 1 2 3, ബി ഈസ് 2 3 4 5, then R equal to ordered pair 1 2 2 3 3 4 4 5. ഇവിടെ ordered pair 1 2 എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഡിനോട്ട് ചെയ്യാനുണ്ട്. 2 is the image of 1 എന്ന് വേണമെങ്കിൽ പറയാം. 2 is the image of 1 under the relation R എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ 2 is the image of 1. Similarly, 3 is the image of 2, 4 is the image of 3, 5 is the image of 4 എന്നും പറയും. തിരിച്ച് നമുക്ക് പറയാൻ പറ്റും, ഓർഡേഡ് പെയർ 1 2 എടുത്തു കഴിഞ്ഞാൽ 2ന്റെ പ്രീ ഇമേജ് ആണ് 1 എന്നും പറയാം. 2ന്റെ പ്രീ ഇമേജ് ആണ് 1. ഓർഡേഡ് പെയർ 3 4 എടുത്തു കഴിഞ്ഞാൽ 4ന്റെ പ്രീ ഇമേജ് ആണ് 3 എന്ന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ഡെഫിനിഷൻ. എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും ആർ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ബിയിലേക്കുള്ള ഏത് റിലേഷനും എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. ഇനി നമ്മൾ എയും ബി എടുക്കുന്നതിന് പകരം സപ്പോസ് വി ആർ ഫിക്സിങ് എ സിംഗിൾ സെറ്റ് എ ഓൺലി. എയിൽ നമുക്ക് വേണമെങ്കിൽ, എയിൽ മാത്രമായിട്ട് വേണമെങ്കിൽ ഒരു റിലേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അത് ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ ആയിരിക്കും. എ ക്രോസ് എയുടെ ഏത് സബ്സെറ്റും നമുക്ക് എയിൽ നിന്ന് എയിലേക്കുള്ള ഒരു റിലേഷനായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ലെറ്റ് എ ബി എ റിലേഷൻ ഓൺ എ സെറ്റ് ക്യാപിറ്റൽ എ. A relation on a set capital A is a subset of A cross A. R is a subset of A cross A. അതിനെയാണ് നമ്മൾ a relation defined on a set capital A എന്ന് പറയുന്നത്. We are coming to different types of relation. അതിൽ ഫസ്റ്റ് വരുന്നതാണ് identity relation. What do you mean by identity? Identity means same. The word identity means same. So we are defining identity relation defined on a set denoted as I suffix A. I suffix A is a collection of all ordered pair x comma y such that x is a member of A and y is a member of A, and we have x is equal to y. Both x and y are same. It is called an identity relation. അപ്പോൾ എയിലുള്ള ഏത് എലമെന്റ് സ്മോൾ എ എടുക്കുകയാണെങ്കിൽ എയുടെ ഇമേജ് എ തന്നെ, ബിയുടെ ഇമേജ് ബി തന്നെ, സിയുടെ ഇമേജ് സി തന്നെ. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഓർഡേഡ് പെയർ എ എ ബി ബി സി സി ഈസ് എ ഐഡൻറ്റിറ്റി റിലേഷൻ ഡിഫൈൻഡ് ഓൺ ദ ഗിവൺ സെറ്റ് എ, വെയർ എ ക്യാൻ ബി എക്സ്പ്രസ് ലൈക്ക് ദിസ് സെറ്റ് എ ബി സി ഡി. ഇത് ഒരു ഐഡൻറ്റിറ്റി റിലേഷനാണ്. കാരണം ഇവിടെ ഏത് എലമെൻ്റ് എടുത്താലും അതിൻ്റെ ഇമേജ് അത് തന്നെ വരുന്നു. അപ്പോൾ എ കൊമ എ, ബി കൊമ ബി, സി കൊമ സി etc. is a standard example for an identity relation on set capital A. Now we are coming to next definition, empty relation. We know already defined empty set in class 11th. Empty set എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, phi എന്ന ലെറ്ററാണ് ഉപയോഗിക്കുക, or the curly braces without no element. ഇങ്ങനെയാണ് നമ്മൾ എംപ്റ്റി സെറ്റ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ എംപ്റ്റി റിലേഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ എംപ്റ്റി സെറ്റിൽ ഒരു എലമെന്റ് പോലും ഇല്ല. അതുപോലെ എംപ്റ്റി റിലേഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താ, എ എന്ന് പറഞ്ഞ സെറ്റിലെ എലിമെന്റ്സ് തമ്മിൽ യാതൊരു റിലേഷൻഷിപ്പും ഇല്ല. among themselves there is no relation between no element of A related to any other element. We can, such a type of relation is called empty relation. See this, a relation R on a set capital A is called empty relation if no element of A is related to any element of A. ഏത് എലിമെൻറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമായിട്ട് യാതൊരു റിലേഷൻഷിപ്പും ഇല്ല, യാതൊരു ബന്ധവുമില്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് കോൾഡ് എ എംപ്റ്റി റിലേഷൻ. സോ വി ആർ റൈറ്റിംഗ് R equal to phi. Phi is the notation. In case of set, phi represents empty set, but in case of relation, phi represents empty relation. R equal to phi, which is a subset of A cross A.
A cross A collection of ordered ഒരു സെറ്റാണ് A cross A അല്ലേ. അപ്പോൾ A cross Aയുടെ ഒരു എവറി empty set is a subset of every set നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ empty relation ആകുമ്പോൾ phi is a subset of A cross A. Such a relationship is known as empty relation. അപ്പോൾ phi എന്നുള്ള സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് for empty relation. If no element of A related to any other element of A, we can say that such type of relation are generally known as empty relation. Now we are coming to next definition, universal relation. What is universal relation? Universal relation is denoted as R equal to A cross A. A cross A എല്ലാ എലിമെന്റ്സും പെടും. അപ്പോൾ നമുക്കറിയാം every set is a subset of itself. നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ലാസ് 11ൽ every set is a subset of itself. അപ്പോൾ R ഒരു റിലേഷൻ ആവുമ്പോൾ ആറിന് നമുക്ക് A ക്രോസ് എന്ന് എഴുതാം. എല്ലാ റിലേഷൻഷിപ്പും അതിൽ പെട്ടു. ആ റിലേഷൻ അപ്പോൾ എല്ലാ റിലേഷൻഷിപ്പും ഇതിൽ പെടുന്നത് കൊണ്ടാണ് ഇതിനെ യൂണിവേഴ്സൽ റിലേഷൻ. വി ആർ കോളിംഗ് ഇറ്റ് ആസ് യൂണിവേഴ്സൽ റിലേഷൻ. A cross A, the set A cross A itself are generally known as universal relation. This is the definition. A relation R in a set capital A is called universal relation if each element of A is related to every element of A, that is R equal to A cross A. അപ്പോൾ R equal to A cross A നെ വിളിക്കുന്ന പേരാണ് universal relation. അപ്പോൾ we already discussed what is empty relation. Empty relationൽ elements ഒന്നും ഉണ്ടാവില്ല. No elements related to any other element. And universal relation എന്ന് പറഞ്ഞാൽ every element is related to every other element, so it is called universal relation. That is the second definition. Okay, now we are explaining with an example. Let A be the set of all students of a boys school. Show that the relation in A given by R equal to ordered pair A comma B such that A is a sister of B. A is a sister of B. ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സാമ്പിൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ എല്ലാവരും നോട്ട് ചെയ്ത കാര്യമാണ് ലെറ്റ് A be the set of all students of a boys school. Please note the word boys school. അപ്പോൾ ബോയ്സ് സ്കൂളിലെ സിസ്റ്റർ ഉണ്ടാവില്ല, ഓൺലി ബ്രദേഴ്സ് ആണ് പോസിബിൾ. അപ്പോൾ അതുകൊണ്ട് ദിസ് ഈസ് എ സ്റ്റാൻഡേർഡ് എക്സാമ്പിൾ ഫോർ എ empty relation. Empty relation ആണ് ഒരു സ്റ്റാൻഡേർഡ് എക്സാമ്പിൾ ആണ് അല്ലേ. ബോയ്സ് സ്കൂൾ ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് ഗിവൺ ബൈ എ കോമ ബി എ ഇസ് എ സിസ്റ്റർ ഓഫ് ബി ഇസ് ദ empty relation. അപ്പോൾ ഇത് ആദ്യത്തെ കേസ് empty relation ആണ്. നമുക്കറിയാം ബോയ്സ് സ്കൂളിൽ സിസ്റ്റർഹുഡ് ഉണ്ടാവില്ല, ഓൺലി ബ്രദർഹുഡ് ഈസ് പോസിബിൾ. അപ്പോൾ അടുത്ത് രണ്ടാമത്തെ പേര് പറയുന്നത് R equal to ordered pair A comma B such that the difference between the heights of A and B is less than 3 meters. എയുടെയും ബിയുടെയും തമ്മിലുള്ള ഡിഫറൻസ്, ഹൈറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും 3 മീറ്റേഴ്സിനേക്കാളും കുറവാണ് അല്ലേ. നമുക്കറിയാം 3 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 സെൻറ്റിമീറ്റർ ആയി. അപ്പോൾ ഇത് രണ്ട് വ്യക്തികൾ നമ്മൾ ഉയരെടുത്താലും അത് തമ്മിൽ ഡിഫറൻസ് ഒരിക്കലും അല്ലേ 300 മീറ്ററിനേക്കാളും കൂടില്ല. അപ്പോൾ ഇത് എല്ലാ കുട്ടികളും ഇതിൽ ഉൾപ്പെടും നമുക്ക് ഉറപ്പാണ്. Therefore the second one is a standard example for a universal relation. So we explained what is empty relation and what is universal relation. Universal relation എന്ന് പറഞ്ഞാൽ എല്ലാ എലമെന്റും ഉൾപ്പെടും. A cross itself is known as a universal relation. Empty relation means phi R equal to empty set. അല്ലെങ്കിൽ phi is a notation for empty relation. അതിൽ എലമെന്റ്സ് തമ്മിൽ യാതൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. ഇറ്റ് ഈസ് കോൾഡ് empty relation. എല്ലാ എലമെന്റ്സ് ഉൾപ്പെടുന്ന റിലേഷൻ നമ്മൾ എന്ത് വിളിക്കും? യൂണിവേഴ്സൽ റിലേഷൻ എന്ന് വിളിക്കും. ദിസ് ഈസ് എ സ്റ്റാൻഡേർഡ് എക്സാമ്പിൾ ഫോർ എ empty relation and universal relation. Now we are coming to another important types of relations. We already discussed A cross A is a subset. R is a subset of A cross A because R is a relation on A. We can say that R is a relation on the non-empty set capital A. Now we are coming to very important, 3 important types of relations. Let A be a non-empty set, then a relation R on A is said to be, first one is known as reflexive relation. Reflexive. What is the meaning of reflexive relation? If ordered pair A comma A element of R for all A element of capital A, then we can say that relation is said to be a reflexive relation. I am repeating,
if A comma A element of capital R for all small a element of capital A, then it is called, that type of relation is called reflexive relation. We can say that if A equal to set 1, 2, 3. Now we are considering this relation R equal to ordered pair 1, 1, 2, 2, 3, 3. This is a reflexive relation because 1 related to 1. We can write like this: 1 related to 1, 2 related to 2, 3 related to 3. For every element of A have the same image. 1 in the image 1 thanne, 2 in the image 2 thanne, 3 in the image 3 thanne. This is an example for standard example for reflexive relation. Now we are coming to second type relation, symmetric relation. What do you mean by symmetric relation? We can say that like this: A related to B implies B related to A. If A related, A യുടെ ഇമേജ് B ആണെങ്കിൽ B യുടെ ഇമേജ് A തന്നെ ആയിരിക്കണം. അതായത് ordered pair A, B element of R implies ordered pair B, A is also element of R. അപ്പോൾ എയും എയുടെ ഇമേജ് ആണ് B എങ്കിൽ ബിയുടെ ഇമേജ് A ആയിരിക്കണം. എങ്കിൽ നമുക്ക് ആ റിലേഷൻഷിപ്പിനെ എന്ത് വിളിക്കാം? സിമെട്രിക് റിലേഷൻഷിപ്പ് എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് സെക്കൻഡ് വൺ. Now we are coming to third definition, transitive relation. എന്താണ് ട്രാൻസിറ്റീവ് റിലേഷൻ? നമുക്ക് നോക്കാം. A related to B, എയും ബിയും A, B ആറിലുണ്ട്. B related to C implies A related to C. If A related to B, B related to C implies A related to C. അതായത് ഇങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓർഡേഡ് പെയർ എ ബി ആറിലുണ്ട്, ഓർഡേഡ് പെയർ ബി സി ആറിലുണ്ടെങ്കിൽ ഓർഡേഡ് പെയർ എ സി ആറിലുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ റിലേഷനെ വിളിക്കുന്ന പേരാണ് ട്രാൻസിറ്റീവ് റിലേഷൻ. ട്രാൻസിറ്റീവ് റിലേഷൻ. അപ്പോൾ 3 ടൈപ്പ് റിലേഷനാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ ഈസ് നോൺ ആസ് reflexive relation, A related to A for every A element of capital A. രണ്ടാമത്തെ സിമെട്രിക്, A related to B implies B related to A. എയുടെ ഇമേജ് B ആണെങ്കിൽ ബിയുടെ ഇമേജ് A ആയിട്ടുണ്ടാവണം. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ ട്രാൻസിറ്റീവ് റിലേഷൻ, A related to B, B related to C ആണെങ്കിൽ എയുടെ ഇമേജ് B ആണ് ആൻഡ് ബിയുടെ ഇമേജ് C ആണെങ്കിൽ എയുടെ ഇമേജ് C ആയിരിക്കണം, അത് ആറിലുണ്ടായിരിക്കണം. എങ്കിൽ അത് നമുക്ക് എന്ത് വിളിക്കാം? ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് വിളിക്കാം. നൗ വി ആർ കമ്മിങ് ടു വെരി ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ. വാട്ട് യു മീൻ ബൈ ഈക്വിവാലൻസ് റിലേഷൻ? നമ്മൾ നേരത്തെ ഇപ്പോൾ ഈ ഈക്വിവാലൻസ് റിലേഷൻ പറയുന്നതിന് മുമ്പ് 3 ടൈപ്പ് റിലേഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. വാട്ട് ഈസ് റിഫ്ലെക്സീവ് റിലേഷൻ, സെക്കൻഡ് വൺ വാട്ട് ഈസ് സിമെട്രിക് റിലേഷൻ, ദെൻ തേർഡ് വൺ വാട്ട് ഈസ് ട്രാൻസിറ്റീവ് റിലേഷൻ. ഈ 3 റിലേഷനും കൂടിയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഈക്വിവാലൻസ് റിലേഷൻ. സോ വി ക്യാൻ സേ ദാറ്റ് എ റിലേഷൻ വിച്ച് ഈസ് ഡിഫൈൻഡ് ഓൺ എയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. എ റിലേഷൻ ക്യാപിറ്റൽ ആർ ഡിഫൈൻഡ് ഓൺ സെറ്റ് ക്യാപിറ്റൽ എ വിച്ച് ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഇറ്റ് ഈസ് കോൾഡ് ആൻ ഈക്വിവാലൻസ് റിലേഷൻ. അപ്പോൾ ഈക്വിവാലൻസ് റിലേഷൻ ആണെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തണം. ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ഇറ്റ് മസ്റ്റ് ബി റിഫ്ലെക്സീവ് റിലേഷൻ, സെക്കൻഡ് വൺ ഇറ്റ് മസ്റ്റ് ബി സിമെട്രിക് റിലേഷൻ, തേർഡ് വൺ ഇറ്റ് മസ്റ്റ് ബി ട്രാൻസിറ്റീവ് റിലേഷൻ. ഇത് 3 കൂടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആൻ ഈക്വിവാലൻസ് റിലേഷൻ. ഓക്കെ, നൗ വി ആർ കമ്മിങ് ടു one standard example for an equivalence relation. Let capital T be the set of all triangles. This is a triangle like this, ABC, triangle ABC. Set of all triangles in a plane with R. A relation in T is given by T1 comma T2, ordered pair T1 comma T2. T1 represents a triangle, T2 represents another triangle. T1 ordered pair T1 comma T2 means T1 is congruent to T2. I think you already know. Or T1 congruent to T2. This is the notation for congruence. നമ്മൾ ജോമെട്രിയിൽ 9th-ലും 10th-ലൊക്കെ പഠിക്കുന്നുണ്ട് കോൺഗ്രുവൻസ്, SAS റൂൾ, SSS റൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എല്ലാ സിലബസിലുള്ള സ്റ്റുഡൻസും ഫെമിലിയർ വിത്ത് ദ കോൺസെപ്റ്റ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ് ആൻഡ് കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ്. അപ്പോൾ ട്രയാങ്കിൾ ABC, this is named as T1. Another triangle ABC DEF, it is named as T2.
So we can say that T1 congruent to T2. This is the relationship between these two triangles T1 and T2. നമ്മൾ പറയുന്ന ഈ കോൺഗ്രുവൻസ് റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അത് എന്തായിരിക്കും എന്ന് പറയണം നമുക്ക്. ഇറ്റ് ഈസ് എ ഈക്വിവാലൻസ് റിലേഷൻ. അത് നമുക്ക് ഈ റിലേഷൻഷിപ്പ് T1 related to T2 or T1 congruent to T2 is the relationship defined here. We can show that this is a standard example for an equivalence relation. അപ്പോൾ equivalence relation അത് കാണിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞു 3 കാര്യങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്യണം. ഫസ്റ്റ് വൺ ഈസ് this relation is reflexive. Second one, this relation must be symmetric. Third one, this must be transitive. ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഈക്വിവാലൻസ് റിലേഷൻ ആവുള്ളൂ. അപ്പോൾ നമുക്ക് T1 കോൺഗ്രുവൻറ്റ് ടു T2 എന്ന് പറയുന്ന റിലേഷൻഷിപ്പാണ് നമുക്ക് തന്നിരിക്കുന്നത്. 2 ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ട്രയാങ്കിൾ T1 കോൺഗ്രുവൻറ്റ് ടു ട്രയാങ്കിൾ T2. അപ്പോൾ നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ വി ഗെറ്റ് ടു വെരിഫൈ ദാറ്റ് ദിസ് റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്. ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആവുണ്ടോ നമുക്ക് നോക്കാം. എന്താ റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ എ റിലേറ്റഡ് ടു എ, എയുടെ ഇമേജ് എ തന്നെ ആവണം ഫോർ ഓൾ എ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ. ഇതാണ് റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ T1 കോൺഗ്രുവൻറ്റ് ടു T2 നമുക്ക് പറയാൻ പറ്റും. T1 ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ T1 ഈസ് കോൺഗ്രുവൻറ്റ് ടു T1 ഇറ്റ്സെൽഫ്. T1 തന്നെ കോൺഗ്രുവൻ്റ് ആയിരിക്കും. കാരണം T1 ഒരു ട്രയാങ്കിൾ ആണ്, അത് നമുക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ പറ്റും. അതേ ട്രയാങ്കിൾ സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ പറ്റും. 2 ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ഉള്ള കണ്ടീഷൻ നമുക്കറിയാം. 3 sides must be equal and 3 angles must be equal. അപ്പോൾ 2 ട്രയാങ്കിൾ കോൺഗ്രുവൻസിൻ്റെ ആവുള്ള കണ്ടീഷൻ അതാണ്. 3 ആംഗിൾസ് സെയിം ആയിരിക്കണം, സൈഡ്സിൻ്റെ ലെങ്ത്തും സെയിം ആയിരിക്കണം. അപ്പോൾ T1 കോൺഗ്രുവൻറ്റ് ടു T1 ആയിരിക്കും. എവറി ട്രയാങ്കിൾ ഈസ് കോൺഗ്രുവൻറ്റ് ടു ഇറ്റ് സെൽഫ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഐഡൻറ്റിഫൈ ദാറ്റ് ദിസ് റിലേഷൻ ഈസ് ക്ലിയർലി റിഫ്ലെക്സീവ്. ഈ റിലേഷൻ റിഫ്ലെക്സീവ് റിലേഷനാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അത് ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഏത് ട്രയാങ്കിളും അതിനോട് തന്നെ കോൺഗ്രുവൻ്റ് ആണ്. അതാണ് റിഫ്ലെക്സിവിറ്റിയുടെ ഡെഫിനിഷൻ. ഓക്കെ, നൗ വി ആർ ചെക്കിംഗ് ദാറ്റ് ദിസ് റിലേഷൻ ആർ ഈസ് സിമെട്രിക്. ഇത് സിമെട്രിക് റിലേഷൻ ആവുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സിമെട്രിക് എന്ന് ഉദ്ദേശിക്കുന്നത്രയുള്ള T1 congruent to T2 implies T2 congruent to T1 ആയിരിക്കണം. അപ്പോൾ T1 congruent to T2 ആണെങ്കിൽ T2 is congruent to T1. നമുക്കറിയാം, നേരത്തെ പറഞ്ഞു T1 T2 2 ട്രയാങ്കിൾ എടുത്തിട്ട് ട്രയാങ്കിൾ ABC congruent to triangle DF ആണ് തിരിച്ചും പറയാൻ പറ്റും. T2 is congruent to T1. അപ്പോൾ from this given definition we can say that relation is clearly symmetric. T1 T2 നോട് congruent ആണെങ്കിൽ T2 is also congruent to T1. Therefore this relation is symmetric. Now we are coming to the third definition, third relation, transitivity. Transitive ആണെന്ന് ചെക്ക് ചെയ്യണം. Transitive ആണെന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാം? If T1 congruent to T2, T2 congruent to T3 implies T1 congruent to T3. ഇത് സാറ്റിസ്ഫൈ എന്ന് ഉറപ്പാണ്. കാരണം T1 T2 കോൺഗ്രുവൻ്റ് ആണ്, സെയിം സൈസ് ആണ് വരിക, സെയിം സൈസ് ആൻഡ് സെയിം ഷേപ്പ്. T2 കോൺഗ്രുവൻ്റ് ടു T3 ആണ് എങ്കിൽ നമുക്ക് അഷുറൻസ് ഉണ്ട്, നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും T1 is also congruent to T3. Therefore this given definition, this given relation congruent to, എല്ലാ ട്രയാങ്കിളും എടുത്തിട്ട് congruent to എന്ന റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഈ കോൺഗ്രുവൻസ് റൂൾ പ്രകാരം 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. Therefore we can say that this relation is a equivalence relation. This is one of the standard example to understand the concept of ഈക്വലൻസ് റിലേഷൻ. ഈക്വലൻസ് റിലേഷൻ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുന്ന ഏറ്റവും നല്ല സ്റ്റാൻഡേർഡ് എക്സാമ്പിൾ ഒന്നാണ്. കുട്ടികൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ബിക്കോസ് ദർ വെരി ഫെമിലിയർ അബൌട്ട് ജോമെട്രിക്കൽ സെഷൻസ്. ജോമെട്രി അവർ പഠിച്ചതാണ്. 9th ലും 10th ലൊക്കെ നമ്മൾ ജോമെട്രി കണ്ടതാണ്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ കോൺഗ്രുവൻസ് റൂളിനെ കുറിച്ച് അറിയാവുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദിസ് ഈസ് വൺ ഓഫ് ദ സ്റ്റാൻഡേർഡ് എക്സാമ്പിൾ. നൗ വി ആർ കമ്മിങ് ടു സെക്കൻഡ് എക്സാമ്പിൾ. ലെറ്റ് L be the set of all lines in a plane and R be the relation defined as L1 congruent to L2. L1 congruent to L2 ആണെങ്കിൽ L1 is congruent to L2. L2 is congruent to L1. L1 is congruent to L2. 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 L1 is congruent to L2.
comma L2. L1 is perpendicular to, we can write like this, L1 is perpendicular to L2. അപ്പോൾ നമ്മൾ പ്ലെയിനിലെ എല്ലാ ലൈൻസും കൺസിഡർ ചെയ്യുന്നു. അതിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ L1 is perpendicular to L2. L1 perpendicular to L2 ആവുള്ള കണ്ടീഷൻ. അതാണ് അവർ തന്നിരിക്കുന്ന റിലേഷൻഷിപ്പ്. R is the relation L1 is perpendicular to L2. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് show that R is symmetric but neither റിഫ്ലെക്സീവ് നോട്ട് ട്രാൻസിറ്റീവ്. ആറ് സിമെട്രിക് മാത്രം, സിമെട്രിക് എന്നുള്ള റിലേഷൻഷിപ്പ് മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. അതൊരിക്കലും റിഫ്ലെക്സീവ് ആവില്ല, അതുപോലെ ഒരിക്കലും ട്രാൻസിറ്റീവ് ആവില്ല. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അക്കോർഡിംഗ് ടു ദി ഗിവൺ കണ്ടീഷൻ ദർ ആർ ടു ലൈൻസ്. സപ്പോസ് L1 is the line and L2 is another line. The defined relation is L1 is perpendicular to L2. ഫസ്റ്റ് നമ്മൾക്ക് വെരിഫൈ ചെയ്യേണ്ടത് L1 this relationship is perpendicular to is not reflexive. അത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഒരു ലൈൻ ഒരിക്കലും അതിനോട് തന്നെ പെർപെൻഡിക്കുലർ ആവില്ല. ഒരു ലൈനും ഇപ്പോൾ നോക്കാം, ഈ ലൈൻ അതിനോട് തന്നെ പെർപെൻഡിക്കുലർ നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. പാരലൽ ടു എന്ന് വേണമെങ്കിൽ പറയാം. എവറി ലൈൻ ഈസ് പാരലൽ ടു ഇറ്റ്സെൽഫ്. പക്ഷെ ഒരിക്കലും ഒരു ലൈൻ L എന്ന് പറയുന്ന ലൈൻ എടുക്കുകയാണെങ്കിൽ അത് Lനോട് തന്നെ ഒരിക്കലും പെർപെൻഡിക്കുലർ ആവില്ല. സോ ഇറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. അതുകൊണ്ട് റിഫ്ലെക്സിവിറ്റി ഇല്ല നമുക്ക് മനസ്സിലാവും. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? വി ക്യാൻ ചെക്ക് ഇറ്റ് ഈസ് ഇറ്റ് സിമെട്രിക് ഓർ നോട്ട്. സിമെട്രിക് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. രണ്ട് ലൈൻസ് എടുക്കുകയാണ്. L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. അതായത് L1 L2 തമ്മിലുള്ള ആംഗിൾ നമുക്കറിയാം 90 ഡിഗ്രി. അങ്ങനെ തിരിച്ചും പറയാം L1 പെർപെൻഡിക്കുലർ ടു L2 ഇംപ്ലൈസ് L2 perpendicular to L1. അത് തിരിച്ചും, കാരണം മ്യൂച്വലി പെർപെൻഡിക്കുലർ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കതാണ്. മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്നുള്ള യൂസേജ് ആണ്, അത് ഓർത്താൽ മതി. അപ്പോൾ ഈ L1 perpendicular to L2, then it is very clear that L2 is also perpendicular to L1. Now we are coming to third relation, transitivity. Transitivity ആണോ നോക്കുക, ട്രാൻസിറ്റിവിറ്റി ഉണ്ടോ നോക്കാൻ നമുക്ക് 3 ലൈൻ എടുക്കേണ്ടതായിട്ട് വരും. If L1 perpendicular to L2 and L3 is perpendicular to L2. നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് L1 L3യോട് പെർപെൻഡിക്കുലർ ആവുമോ എന്നുള്ളതാണ്. ഒരിക്കലും L1 L3യോട് പെർപെൻഡിക്കുലർ ആവില്ല. ഇവിടെ L1 പാരലൽ ടു L3 ആണ് കിട്ടുക. We can check from the figure. If L1 perpendicular to L2 and L2 is perpendicular to L3, then it is clear that L1 is parallel to L3. അതൊരിക്കലും L1 ഒരിക്കലും L3യോട് പെർപെൻഡിക്കുലർ ആവാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അപ്പോൾ നമുക്ക് ആകെ കിട്ടിയത് സിമെട്രിക് ക്വാളിറ്റി മാത്രമാണ്. ഇറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് transitive. So this is a standard example from the part of geometry. We can see that this is perpendicular to എന്ന് പറയുന്ന റിലേഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും റിഫ്ലെക്സിവിറ്റി ഇല്ല, അതുപോലെ ഇറ്റ് ഈസ് നെവർ ഇറ്റ് വിൽ ബി ട്രാൻസിറ്റീവ്. അതൊരിക്കലും ട്രാൻസിറ്റീവും ആവില്ല. ആകെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരേ ഒരു റിലേഷൻ അതിൽ വരുന്നത് സിമെട്രി മാത്രമാണ്. L1 perpendicular to L2 implies L2 perpendicular to L1. Now we are discussing certain important problems from your previous year's question paper. Show that the relation R in the set of integers is given by R equal to ordered pair A comma B such that 2 divides A minus B. 2 divides A minus B is an equivalence relation. 2 divides A minus B എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും. A minus B is an even number. ഏതൊരു ഇൻറ്റിജറിനെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷുവർലി ഇറ്റ് വിൽ ബി എൻ ഈവൺ നമ്പർ. ഈവൺ നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുക 2n എന്ന ഫോമിലാണ്, വേർ n ഈസ് എൻ ഇൻറ്റിജർ. അപ്പോൾ ട്വൈസ് ഓഫ് മൾട്ടിപ്പിൾ ഓഫ് എനി നമ്പർ, 2 times multiple of any integer is always an even number where n element of set. അപ്പോൾ നമുക്ക് we have to prove that, show that this relation is a set of all integers. Set നമുക്കറിയാം, the collection of all integers is given by etc etc -3 -2 -1 0 1 2 3 etc. This is the set of all integers. ഈ ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ്, എയും എന്ന് ബി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അത് 2 ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം എ മൈനസ് ബി is a multiple of 2 എന്നും പറയാൻ സാധിക്കും. രണ്ടും സെയിം മീനിങ് ആണ്. a minus b divisible by 2 എന്ന് പറയുന്നതും a minus b is a multiple of 2 എന്ന് പറയുന്നത് സെയിം മീനിങ് ആണ്. അപ്പോൾ അത് നമുക്ക് ഒരു ഈക്വലൻസ് റിലേഷൻ ആണ് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈക്വലൻസ് റിലേഷൻ ആവാൻ 3 കണ്ടീഷൻ നമുക്കറിയാം. ഫസ്റ്റ് വൺ, we have to verify that this relation is
റിഫ്ലെക്സീവ്. റിഫ്ലെക്സീവ് ആണ് നമുക്ക് നോക്കണം. എങ്ങനെയാണ് നമുക്ക് R റിഫ്ലെക്സീവ് ആണെന്ന് നോക്കാം. R ഈസ് റിഫ്ലെക്സീവ്. R റിഫ്ലെക്സീവ് ആണെന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഓർമ്മ വരുന്നത് A റിലേറ്റഡ് ടു A for every A element of capital A. This is the definition for reflexive relation. Aയുടെ ഇമേജ് A തന്നെ ആവണം. അപ്പോൾ ഇവിടെ നമ്മൾ പറയാണ് എയും ഓഡിറ്റ് പെയർ A, A Rൽ ഉണ്ടാവോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. എല്ലാ എലമെൻറ്റിനും ഇത് സാറ്റിസ്ഫൈ ചെയ്യും വേണം. എവറി ഇൻറ്റിജർ, ഏത് ഇൻറ്റിജർ എടുത്താലും അതിൻ്റെ ഇമേജ് A തന്നെ ആവണം. അപ്പോൾ നമുക്ക് 2 എന്ന് പറയുന്ന എലമെൻറ്റ് എടുത്ത് 2 ഇൻറ്റിജറാണ്. 2ൻ്റെ ഇമേജ് 2 തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം 2 - 2 equal to 0. 0 is a multiple of any number. കാരണം നമുക്കറിയാം 0 into 2 equal to 0. അപ്പോൾ 0 ഏത് നമ്പറിൻ്റെയും മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് 0നെ എക്സ്പ്രസ് ചെയ്യാം. 0 into 5 0, 0 into 10 0. അപ്പോൾ 0 is multiple of every integer, either positive or negative. ഏത് ഇൻറ്റിജർ എടുത്താലും 0 അതിൻ്റെ മൾട്ടിപ്പിൾ ആവും. അപ്പോൾ നമുക്ക് 2ൻ്റെ ഇമേജ് 2 തന്നെ വന്നാൽ എന്താ വരിക? 0 ആയിരിക്കും വരിക. 0 ഏത് നമ്പറിൻ്റെയും മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി എന്താ 2 divides 0. കാരണം നമുക്കറിയാം 0/2 equal to 0. ഏത് നമ്പർ 0നെ ഏത് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താലും അതിൻ്റെ ആൻസർ 0 തന്നെയായിരിക്കും. 0 divided by 3 equal to 0, 0 divided by 4 equal to 0, etc. So from this definition we can say that R is reflexive. അപ്പോൾ A minus B is divisible by 2 എന്ന് പറയുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണ് നമ്മൾ കാണിച്ചു കഴിഞ്ഞു. റിഫ്ലെക്സീവ് ആണ്. Now we are coming to the second definition. Second relation, R is symmetric. R സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് ഓഡിറ്റ് പെയർ A, B, A റിലേറ്റഡ് ടു B implies B റിലേറ്റഡ് ടു A എന്നാണ് കാണിക്കുന്നത്. A റിലേറ്റഡ് ടു B ആണെങ്കിൽ നമുക്കറിയാം A minus B is divisible by 2 or multiple of 2. എങ്കിൽ നമുക്ക് പറയാം B minus A is also multiple of 2. കാരണം പോസിറ്റീവ് നെഗറ്റീവ് ഏത് വന്നാലും കുഴപ്പമില്ല. എയുടെയും ബിയുടെയും ഡിഫറൻസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബിയുടെയും എയുടെയും ഡിഫറൻസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ആണ്. പോസിറ്റീവ് ഇൻറ്റിജർ ആവാം, നെഗറ്റീവ് ഇൻറ്റിജർ ആവാം, 2ൻ്റെ മൾട്ടിപ്പിൾ ആവാം. പോസിറ്റീവ് മൾട്ടിപ്പിളും വരാം, നെഗറ്റീവ് മൾട്ടിപ്പിളും വരാം. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും from this definition we can say that it is symmetric. Now we are coming to the third definition, third relationship satisfy എന്ന് നോക്കാം. R is transitive. R transitive എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് 3 കാര്യങ്ങൾ എടുക്കണം അല്ലേ? A related to B, if A related to B, B related to C ആണെങ്കിൽ A related to C എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ A related to B എന്ന് പറഞ്ഞാൽ നമുക്ക് ബൈ ഡെഫിനിഷൻ A minus B is divisible by 2. അപ്പോൾ A minus B നെ 2ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വേണമെങ്കിൽ എഴുതാം. നമുക്ക് തൽക്കാലം 2m എന്ന് എഴുതാം. ഇനി B related to C implies B minus C is another multiple of 2. അപ്പോൾ B minus C നമുക്ക് 2k എന്ന് എഴുതാം. എങ്കിൽ ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കാം. A minus B plus B minus C equal to 2m plus 2k. 2m is multiple of 2 ആണ്, 2k is multiple of 2 ആണ്. അപ്പോൾ വീണ്ടും രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ it is another multiple of p, where p is some integer. p എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ A minus B plus B minus C is equal to some multiple of 2 നമുക്ക് വീണ്ടും കിട്ടി. ഇവിടെ മൈനസ് ബിയും പ്ലസ് ബിയും ക്യാൻസൽ ആവും. അപ്പോൾ A minus C is a multiple of 2, that is 2p എന്ന് കിട്ടിയിട്ടുണ്ട്. എങ്കിൽ നമുക്ക് പറയാം the difference between A and C, A minus C is divisible by 2 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ട്രാൻസിറ്റിവിറ്റിയും ഹോൾഡ് ചെയ്യുന്നു. If R is A related to B, B related to C, then we already showed that A related to C. അങ്ങനെയാണെങ്കിൽ R ട്രാൻസിറ്റീവ് ആണെന്നും കൂടി കിട്ടി. അപ്പോൾ നമുക്ക് 3 കാര്യം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. R is reflexive എന്ന് കാണിച്ചു, R is symmetric, then R is transitive. ഇത് 3 സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് this question we can say that this is an example for an equivalence relation. We proved that this relation, according to this definition, we already proved that it is an equivalence relation. Now we are coming to the second question. Show that the relation R in R defined by in A defined as R equal to ordered pair A comma B, where A less than or equal to B, A less than or equal to B is reflexive and it is transitive, reflexive and transitive, but
നോട്ട് സിമെട്രിക്. ഈ റിലേഷൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി തന്നിട്ടുണ്ട്. അപ്പോൾ എ ഇപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. സോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ എ സെറ്റ് ക്യാപിറ്റൽ എ. എയിൽ കുറേ എലമെൻറ്റ്സ് ഉണ്ട്, എ ബി സി ഡി ലൈക്ക് ദാറ്റ് എക്സെട്ര എക്സെട്ര എക്സെട്ര. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ലെസ് ദാൻ ആർ ഇസ് ദ റിലേഷൻ ഈസ് ഗിവൺ ബൈ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ് തന്നിരിക്കുന്നത്. ഇത് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് റിഫ്ലെക്സിവിറ്റി ഉണ്ട്, ഇറ്റ് മസ്റ്റ് ബി റിഫ്ലെക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക്. സിമെട്രിക് ഉണ്ടാവില്ല, അപ്പോൾ ഇക്വലൻസ് റിലേഷൻ അല്ലാതെ ഉറപ്പാണ്. പക്ഷേ ഇത് രണ്ടും ഉണ്ടെന്ന് നമുക്ക് കാണിക്കണം. റിഫ്ലെക്സിവിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റണം. നോക്കാം, എ റിലേറ്റഡ് ടു, ഇപ്പോൾ തന്നിരിക്കുന്ന ഡെഫിനിഷൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. നമുക്ക് പറയാൻ പറ്റും എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറയാൻ പറ്റും. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ അർത്ഥം ഐദർ എ ലെസ് ദാൻ എ ഓർ ഈക്വൽ ടു ബി. ഇവിടെ എ ഈക്വൽ ടു ബി എ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഏത് നമ്പറും അതിനോട് തന്നെ ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് റിഫ്ലെക്സിവിറ്റി ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റും. കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് തന്നിരിക്കുന്നത്. സോ ദാറ്റ് റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്. എ എന്തിലുണ്ട്, ആറിലുണ്ടെന്ന് പറയാൻ പറ്റും. സോ ഇറ്റ് ഈസ് ദ ഗിവൺ റിലേഷൻ ഈസ് റിഫ്ലെക്സീവ് റിലേഷൻ. നൗ വി ആർ കമ്മിങ് ടു, നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് സിമെട്രിക് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആവണം. അതൊരിക്കലും സംഭവിക്കില്ല. കാരണം എന്താ, എയുടെ വാല്യൂ ബിയേക്കാളും ചെറുതൊരു ഈക്വൽ ആണെങ്കിൽ ഒരിക്കലും ബിയുടെ വാല്യൂ എയേക്കാളും ചെറുതാവാൻ സാധിക്കില്ല. അപ്പോൾ ദിസ് ഈസ് നോട്ട് symmetric relation. According to this definition, this relation is never be symmetric ആവില്ല. ഇനി ട്രാൻസിറ്റിവിറ്റി ഉണ്ടോ നമുക്ക് നോക്കേണ്ടത്. ട്രാൻസിറ്റിവിറ്റി ഉണ്ടെന്ന് പറയണമെങ്കിൽ 3 കാര്യങ്ങൾ നമ്മൾ നോക്കണം. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, അതുപോലെ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണെങ്കിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആയിരിക്കും. അപ്പോൾ എയുടെ വാല്യൂ ബിയേക്കാൾ ചെറുതാണെങ്കിൽ ഈക്വൽ ആവുക, ബിയുടെ വാല്യൂ സിയേക്കാൾ ചെറുതായി ഈക്വൽ ആണെങ്കിൽ ഉറപ്പാണ് എയുടെ വാല്യൂ സിയേക്കാളും ചെറുതാണെങ്കിൽ ഈക്വൽ ആവും. ദിസ് ഷോസ് ദാറ്റ് ആർ ഈസ് ട്രാൻസിറ്റീവ്. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ വെരിഫൈ ചെയ്തു. 6 റിഫ്ലെക്സീവ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതുപോലെ 6 ട്രാൻസിറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ 6 ഒരിക്കലും സിമെട്രിക് ആവില്ല. അതുകൊണ്ട് തന്നെ ഈ എക്സാമ്പിൾ ഈക്വലൻസ് റിലേഷൻ ആവില്ല. ഈക്വലൻസ് റിലേഷൻ ആണെങ്കിൽ നമുക്കറിയാം 3 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഇറ്റ് മസ്റ്റ് ബി റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അപ്പോൾ 2 പ്രോപ്പർട്ടി മാത്രമേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. ഇറ്റ് ഈസ് റിഫ്ലെക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ്. it is a symmetric relationship. This is another standard example for this relation R is not an equivalence relation.